ഹലോ, എല്ലാവർക്കും മിനീസ് ഫുഡ് ഹഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വാഴച്ചുണ്ട് അഥവാ വാഴക്കൊടപ്പൻ, പല നാട്ടിലും പല പേരിലാണല്ലോ അറിയണത്. തൃശ്ശൂർ ഇതിനെ കൊപ്ര എന്നൊക്കെയാണ് പറയണത്. ഇവിടെ വാഴച്ചുണ്ട് വെച്ച് നമുക്ക് മുതിരയാണിത്. ഇത് മുതിര ഞാൻ മുളപ്പിച്ചതാണ്. നമ്മൾ രാത്രി മുതിര വെള്ളത്തിലിട്ട് രാവിലെ ഊറ്റി വെള്ളം കളഞ്ഞ് ഒരു തുണിയിൽ, നല്ലൊരു വെള്ള തുണിയിൽ കെട്ടി വെച്ചതാണ്. അപ്പോൾ വൈകിട്ടാകുമ്പോഴേക്കും ദേ ഇങ്ങനെ മുളച്ചു കിട്ടും. അതും വെച്ച് നമുക്കൊരു നല്ല തോരൻ തയ്യാറാക്കാം. നമ്മൾ ഈ വാഴച്ചുണ്ട് ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഈ നൂല് ഈ രണ്ട് ഈർക്കിൽ വെച്ച് മാറ്റിക്കെടുക്കാം. ആ ഈർക്കിൽ വെച്ച് ഇങ്ങനെ ചുറ്റിയാൽ മതി. നേരം ഈ നൂലെല്ലാം ഇതിന്മേ പിടിച്ച് പോന്നോളും. അല്ലെങ്കിൽ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഇത് ചുറ്റി അതിൽ ഇങ്ങനെ കിടക്കും. ഇതാവുമ്പോൾ നൂല് മുഴുവനും ഇങ്ങനെ ഇതിൽ പോന്നോളും. ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നീക്കുമ്പോൾ ഈ നൂലിങ്ങനെ ഇത്രയും ഇതായിട്ടിങ്ങനെ പോന്നോളും. നല്ല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി തോരനുണ്ടാക്കാൻ നോക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഇടിച്ച മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ വറ്റൽമുളകും കൂടി മിക്സിയിൽ പതുക്കെ ചതച്ചെടുത്തതാണ്. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇതാണ് ചേർത്തത്. മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 സ്പൂൺ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വാഴക്കൊടപ്പൻ ഇവിടെ ക്ലീൻ ചെയ്ത് നൂലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ വാഴയുടെ കുടപ്പനും കറിക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തോരനുണ്ടാക്കാം. ഞാനിത് പൂവൻ വാഴയുടെ കുടപ്പനാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് നല്ല ഔഷധം കൊണ്ടുള്ളൊരു ഐറ്റമാണ് ഇത്. ഇതാരും നാശാക്കി കളയണ്ട. നമുക്ക് 2 മിനിറ്റ് നേരം ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ 2 വിസിലടിച്ച് കുക്കറിൽ വേവിച്ചെടുത്ത മുതിരയാണ്. 2 വിസിലാണ് അടിച്ചിട്ടുള്ളൂ. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
രണ്ടും നല്ല ഔഷധ ഗുണമുള്ളതാണ്. മുതിര ഈ മഴക്കാലത്ത് വളരെ നല്ലതാണ്. പിന്നെ മുതിരയെ കുറിച്ചുള്ള ഗുണങ്ങൾ നമുക്കറിയാലോ. മുതിര പുഴുങ്ങി വെള്ളം കുടിച്ചാലും വളരെ നല്ലതാണ്. അതുകൊണ്ട് മുതിര ഇടയ്ക്ക് വാങ്ങിച്ച് ഇങ്ങനെ തോരനുണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മുടെ മുതിരയും വാഴച്ചുണ്ട് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുതിര ഒരു 5 മിനിറ്റും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അങ്ങനെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായ വാഴച്ചുണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്